കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ പ്രാർത്ഥനയോടെ ഹൃദയം തുറന്ന് നമുക്കിന്ന് കർത്താവിൻ്റെ വചനം കേൾക്കാം. പരിശുദ്ധാത്മാവിൽ നിറയാം. അരൂപി നമ്മൾ നിറയാൻ നാം ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യങ്ങളൊന്നാണ് ദൈവവചനം ഒരുപാട് കേൾക്കുക. ദൈവവചനം കേൾക്കുകയും അത് ഹൃദയത്തിൽ സ്വീകരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. ലൂക്കാ 2:51 പരിശുദ്ധ അമ്മയുടെ വചനമുണ്ടല്ലോ, മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ ആ വചനം നിന്നിൽ ജീവനായി, ശക്തിയായി, സൗഖ്യമായി രൂപാന്തരപ്പെടും. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28 മുതൽ 32 വരെ വചനങ്ങൾ. അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും. കർത്താവിൻ്റെ മഹത്വവും ഭയാനകവുമായ ദിനം ആഗതമാകുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവ് അരുളിച്ചതുപോലെ സിയോൻ പർവ്വതത്തിലും ജെറുസലേമിലും രക്ഷപ്പെടുന്നവരുണ്ടാകും. കർത്താവ് വിളിക്കുന്നവർ അതിജീവിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജോയേൽ പ്രവാചകനിലൂടെ ദൈവം നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം പരിശുദ്ധാത്മാവാണ്. കാരണം ലോകത്തിന് നഷ്ടപ്പെട്ടത് പരിശുദ്ധാത്മാവിന് അഭിഷേകമാണ്, ദൈവിക ജീവനാണ്. ഉൽപ്പത്തി പുസ്തകം 3:1-7 വരെയുള്ള വചനം ധ്യാനിക്കുമ്പോൾ ആദ്യ മനുഷ്യൻ വിലക്കപ്പെട്ട ഖനി പറിച്ചു കഴിക്കുമ്പോൾ, ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ, ദൈവകൽപ്പന ലംഘിക്കുമ്പോൾ, ദൈവഹിതം നിറവേറ്റാതെ ദുഷ്ടാരൂപികളുടെ പ്രവണതയ്ക്ക് പ്രലോഭനത്തിന് വഴങ്ങുമ്പോൾ, ആ നിമിഷം അവൻ പാപം ചെയ്യുമ്പോൾ അവനിൽ നിന്ന് ദൈവീക ജീവൻ, പരിശുദ്ധാത്മ അഭിഷേകം അവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. അന്ന് മുതൽ ലോകത്തിൽ അസ്വസ്ഥതയാ, എല്ലായിടത്തും അസ്വസ്ഥതയാ, എവിടെയും പ്രശ്ന. നോഹയുടെ കാലഘട്ടം ചിന്തിക്കുമ്പോൾ നോഹ മാത്രമുണ്ട് ദൈവത്തെ വിളിക്കുന്നു, ബാക്കി ആരും തന്നെ ഇല്ല. എല്ലാവരും തന്നെ തിന്മകൾ കടമപ്പെട്ടു പോവുകയാണ്. ബാബേൽ ഗോപുരങ്ങൾ മനുഷ്യൻ തൻ്റെ ബുദ്ധി കൊണ്ട് പണിയുമ്പോഴും അത് പണിത് തീർക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പണിത് തീർത്തു പക്ഷേ അതിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ചിലർക്കൊക്കെ വരുന്ന പോലെ വലിയ വീടും കൊട്ടാരമൊക്കെ പണിതു, പക്ഷെ അതിനകത്തൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല. ഐക്യത്തിൽ, സ്നേഹത്തിൽ, കൂട്ടായ്മയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. അതിനു മുമ്പ് നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനം വായിക്കുമ്പോൾ കായേനും ആബേലും സഹോദരങ്ങൾ തമ്മിൽ ഭിന്നിക്കുന്നു, സഹോദരൻ സഹോദരനെ കൊന്നൊടുക്കുന്ന സംഭവം മുഴുവൻ പരിശുദ്ധ അഭിഷേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ ഭ്രാന്തി പിടിക്കുവേ. അവനെന്താ ചെയ്ത് കൂട്ടുന്നെന്നോ, അവനെന്താ പറയുന്നെന്നോ, അവൻ ഏത് ദിക്കിലേക്ക് പോകുന്നു, അവനെല്ലാം ശരിയാ, പക്ഷേ കുറച്ച് ഒന്നും ശരിയല്ലാത്തതെല്ലാം ശരിയാണ്, അങ്ങ് പോവുക, തകർച്ചകളാണ്. പിന്നെ മുഴുവൻ മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ പ്രശ്നങ്ങൾ കയറി കുമിഞ്ഞുകൂടുകയാണ്. ഇസ്രായേൽ ജനത്തെ ദൈവം മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടത്തിക്കൊണ്ട് പോകുമ്പോഴും വേറെ അത്ഭുതങ്ങളും അടയാളങ്ങൾ അവർ കണ്ടു. ചെങ്കടലുണ്ടായിട്ട് മാറുന്നവർ കണ്ടതാണ്. അതിനു മുമ്പ് 10 മഹാമാരികൾ ഈജിപ്തിൽ വർഷിക്കപ്പെട്ടതും അതിൻ്റെ ഫലമായി അവിടെ ഫറവോ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുന്നതും ഒക്കെ അവർ കണ്ടതാണ്. അവർ ചെങ്കടലുണ്ടായിട്ട് മാറിപ്പോകുന്ന നടുവിലൂടെ അവർ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പോരുന്നവർ കണ്ടതാ. അവർ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായ മേഘത്തണല് അവരനുഭവിച്ചത്, അഗ്നിസ്തംഭം കണ്ടതാ, ആകാശത്ത് ദൈവം മഞ്ഞ പൊഴിച്ച് ഭക്ഷണം കൊടുത്തതാ, അവർ ഭക്ഷിച്ചതാണത്, കാടപ്പക്ഷികളെ കൊടുത്തതാ. അങ്ങനെ വെള്ളം കൊടുക്കുന്നുണ്ട്, ജലം കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുത്തു. പക്ഷേ ഇതെല്ലാം അനുഭവങ്ങൾ കിട്ടിയിട്ടും അവർക്ക് ദൈവത്തോട് വിശ്വസ്തത കാണിക്കാൻ പറ്റുന്നില്ല. കാരണം വിശ്വസ്തത എന്നത് ഒരുവരെ ജനിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ്. 1 കൊരിന്ത്യർ 4:1, 2, 3 വചനം പറയുന്നതിലൊക്കെ
കാര്യസ്ഥന് വിശ്വസ്തത കൂടിയേ തീരൂ. 2 തിമോത്തി 2:1-2 വിശ്വസ്തത കാണിക്കണം, വിശ്വസ്തർക്ക് പകർന്നു കൊടുക്കുക, ഫിഡലിറ്റി. അത് പറ്റുന്നില്ല. കാരണം പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നമുക്കത് വിശ്വസ്തത കാണിക്കാൻ പറ്റുള്ളൂ. വിശ്വാസം പോലും അവസാനം വരെ സൂക്ഷിക്കണമെങ്കിലും വിശ്വസ്തയോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണേ. അപ്പോൾ അവർക്ക് പറ്റുന്നില്ല. മോശയ്ക്ക് പോലും ചില സമയത്ത് വഴിതെറ്റിപ്പോകുന്നു, അസ്വസ്ഥനാകുന്നുണ്ട്, അസ്വസ്ഥതപ്പെടുന്ന കാണാം. മോശ പോലും പല സമയം അസ്വസ്ഥത, കാരണം ആ പരിശുദ്ധാത്മാവില്ലാത്ത അനോയിന്റിങ് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു സ്വഭാവം കാണാം. അവൻ്റെ പ്രവർത്തനത്തിൽ, അവൻ്റെ വാക്കുകളിൽ, നോട്ടത്തിൽ, എല്ലാവരിലും അത് കാണാൻ പറ്റും. ഇസ്രായേൽ ജനത്തിന് ഇത്രയേറെ അത്ഭുതങ്ങൾ, അടയാളങ്ങളും സംഭവിച്ചിട്ടും അവർ വീണ്ടും ദൈവത്തെ തിരസ്കരിക്കുന്നു. കാരണം ആ ഒരു അഭിഷേകം അവർ നിലനിൽക്കുന്നില്ലെങ്കിൽ കുറച്ച് മുന്നോട്ട് പോകുന്നു, കുറച്ച് തളർന്നു പോകുകയാണ്. ജോഷുവ മുന്നോട്ട് വരുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് വരുമ്പോഴും അവിടെയും പല അപകടങ്ങൾ, എല്ലാ അനുഭവങ്ങൾക്ക് ശേഷം വീണ്ടും ഇവർ ദൈവത്തെ ധിക്കരിക്കുന്നതും അന്യദേവന്മാരെ പിന്നാലെ യാത്ര ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ബൈബിളിൽ നിയമാവർത്തന പുസ്തകമൊക്കെ വായിക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തതയോടെ കാണാൻ പറ്റും. പുറപ്പാട് പുസ്തകത്തിൻ്റെ 33-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെയൊക്കെ വളരെ വ്യക്തതയോടെ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തോട് അവർ പറയുന്നുണ്ട്, കർത്താവേ ഞങ്ങളുടെ കൂടെ വരണം, കൂടെ വന്നില്ലെങ്കിൽ ഞങ്ങളാകെ തകർന്നു പോകുമെന്ന് പറയുന്നുണ്ട്. അതിനുമ്പുണ്ട് പുറപ്പാട് പുസ്തകത്തിൻ്റെ 33-ാം അധ്യായത്തിൻ്റെ 12-13 വചനത്തിൽ പറയുന്നുണ്ട്, ദൈവം പറഞ്ഞു ഞാനിവരുടെ കൂടെ പോരുകയില്ല, കാരണം വിധിക്കാരികളാണെന്ന് പറയുന്നുണ്ട്. കാരണം എല്ലാ അനുഭവങ്ങളും കൊടുക്കുമ്പോൾ, എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുമ്പോൾ, കാരണം അനോയിൻറ്റിങ്ങിൻ്റെ ഒരു പൂർണ്ണത അവരിലില്ല, വിശ്വസ്തത കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണല്ലോ യാക്കോബ് ലേഖനം 4:4 മുതൽ വിശ്വസ്തത പുലർത്താത്തവരെ ദൈവത്തോടുള്ള, അല്ലെങ്കിൽ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ. വിശ്വസ്തത പോവുക, ഉറപ്പില്ല, പിടിച്ച്, കാരണം അതാണ് അനോയിൻറ്റിങ്ങിൻ്റെ കുറവ്. അപ്പോഴാണ് ദൈവം ജോയേൽ പ്രവാചകനിലൂടെ തൻ്റെ ജനത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു വാഗ്ദാനമാണ് പരിശുദ്ധാത്മ അഭിഷേകം. അന്ന് സകല ജനത്തിൻ്റെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, എല്ലാവരുടെ മേലും വർഷിക്കും. അതാണ് പെന്തക്കോസ്തായെക്കുറിച്ച് പറയുക. ജോയേൽ പ്രവാചകനിലൂടെ ദൈവം കൊടുക്കുന്ന അതിശക്തമായ തിരുവചനം, പരിശുദ്ധാത്മാവിൻ്റെ വചനം. അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കും. നമുക്കറിയാം, പത്രോസ് പോലും 3 വർഷം ഈശോയുടെ കൂടെ നടന്നതല്ലേ. എന്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു. ഈശോ കടലിന് മീതെ നടക്കുന്നത് കണ്ടു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നത് കണ്ടു, ജന്മന അന്ധനെ സുഖപ്പെടുത്തുന്നത് കണ്ടു, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് കണ്ടു, മരിച്ചവരെ ഉയർപ്പിക്കുന്നത് കണ്ടു. താബോർ മലയിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെടുന്ന ആ ഒരു സംഭവം പോലും കണ്ടെങ്കിലും സഹനം വന്നപ്പോൾ ഒരു നിമിഷം അവൻ ഈശോയെ തള്ളി പറയുക, ഞാൻ അവനെ അറിയില്ല എന്ന് പറയുക. അതായത് ഈശോ പറയുന്നുണ്ടല്ലോ യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം പറയും, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ പലതരത്തിലുള്ള ഭയം ജനിപ്പിക്കുന്ന പ്രബോധനങ്ങളും സാഹചര്യങ്ങളും എനിക്കും നിങ്ങൾക്കും ചുറ്റും കൂടുമ്പോൾ അതിന് മുമ്പിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട്. വിശ്വസ്തത കാണിക്കാൻ, പരിശുദ്ധാത്മാവുള്ളവർക്ക് മാത്രമേ വിശ്വസ്തത കാണിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ആവേശം കാണും, നിലനിൽപ്പ്. ഇതെല്ലാവർക്കും പലർക്കും ഉള്ളത് അഭിഷേകമല്ല, അഭിഷേകം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അഭിഷേകം എന്നുള്ളത് ഈശോയോടുള്ള അത്യഗാധമായൊരു ബന്ധമാണത്, വിശ്വസ്തതയാണത്. അത് ആര് പിടിച്ച് പറിച്ച് മാറ്റാൻ നോക്കിയാലും അത് മാറില്ല. അത് വേര് പിടിച്ച ശക്തിയാണ്, അനുഭവമാണത്. അപ്പോൾ പത്രോസ് പോലും 3 വട്ടം തള്ളിപ്പറഞ്ഞു പോവുക. യൂദാസ് ഈശോ ഒറ്റക്കൊടുക്കുന്നു. അവന് ഒരു നിമിഷം അവൻ്റെ ചിന്ത മാറിപ്പോവുക. ഈശോ തന്നെയാണോ ദൈവം, കർത്താവ്? എവിടെയോ ഒരു മിസ്റ്റേക്ക് അവന് പറ്റും. കാരണം പരിശുദ്ധാത്മാവില്ലാത്തവന് അത് ചെയ്യുന്നതെല്ലാം തലതിരിഞ്ഞു പോവുക. ഇന്നത്തെ ലോകത്തിൽ കാണാം, മനുഷ്യൻ തീരുമാനം എടുക്കുന്നിടത്തെല്ലാം തലതിരിഞ്ഞു പോവുക. പല വിവാഹങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടത് തലതിരിഞ്ഞു പോകും, ചേരുന്നില്ല. കാരണം പരിശുദ്ധാത്മ അഭിഷേകം കുറഞ്ഞു. ബുദ്ധിയുണ്ട്, അറിവുണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കുറവാണ്.
പല സംരംഭങ്ങളും തുടങ്ങുന്നു, അതെല്ലാം പതറിപ്പോയതിന് കാരണം പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ കുറവാണ്. പരിശുദ്ധാത്മാവ് നിറയാത്തതാണ്, അത് പൂർണ്ണതയിലെത്താത്തതിൻ്റെ കാരണം അതാ. So what we need is the anointing of the Holy Spirit, baptism of the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നാനം, പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാർ നിറഞ്ഞ പോലുള്ള ഒരു അനുഭവം നമുക്കുണ്ടാകണം. ആഗ്രഹിക്കണം, ദാഹിക്കണം. അതാണ് ഇവിടെ കണ്ടുമുട്ടുന്നത് ഈശോ. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ കുറവെന്നേ ഉള്ളൂ പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ. അതുകൊണ്ടാണ് ജോയൽ പ്രവാചകനോട് പറയുന്നത്, അന്ന് എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവചനം വരുമ്പോൾ പുത്രന്മാരും അത് അതേപടി കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റുമേ. അല്ലെങ്കിൽ കള്ളപ്രവചനമല്ല, കള്ളപ്രവാചകന്മാർ പറയുമ്പോൾ പ്രവചനങ്ങൾ ഒത്തിരി പറഞ്ഞുകൊണ്ടിരിക്കും, ഒന്നും നടക്കില്ല. മനുഷ്യനെ ചുമ്മാ അതിങ്ങനെ വേറെ ഒരു അനുഭൂതിയിലോട്ട് കൂട്ടിക്കൊണ്ടുപോകും, പക്ഷെ അവിടെ ഒന്നുമില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പ്രവചിക്കുമ്പോൾ അതേപടി സംഭവിക്കുക. ഞങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, ദൈവിക സ്വപ്നങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ. അതെല്ലാം പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ദർശനങ്ങൾ. വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങൾ കാണിച്ചാൽ മരണത്തോടെടുക്കുമ്പോൾ അവരുടെ മുമ്പിൽ സ്വർഗം കാണിച്ചു കൊടുക്കും, അത് പരിശുദ്ധാത്മാവ് എല്ലാം കാണിച്ചു കൊടുക്കും. സ്തെഫാനോസിൽ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് അവന് ദൈവമഹത്വം കാണാൻ പറ്റുന്നത്. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 50 മുതൽ 60 വരെയുള്ള വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും. സ്തെഫാനോസ് ആ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുവശത്തിരിക്കുന്ന പുത്രൻ തമ്പുരാനെ കാണുന്നതിൻ്റെ കാരണം അവന് പരിശുദ്ധാത്മാവുണ്ട്. ആ സഹനത്തിൻ്റെ മുമ്പിൽ അവൻ വിശ്വസ്തത കാണിക്കാൻ പറ്റുന്നത്, ഈശോ ദൈവപുത്രനാണ് ഏറ്റുപറഞ്ഞ് മരിക്കാൻ പറ്റുന്നത്, അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവന് പരിശുദ്ധാത്മാവ് നിറഞ്ഞത് കൊണ്ട് മാത്രമാണ്, ഹോളി സ്പിരിറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അരൂപി നമ്മൾ നിറയണം മക്കളെ. അരൂപി ഇല്ലെങ്കിൽ നമ്മൾ പഠനങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ ഒരുപാട് പഠനങ്ങളും വായനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും, പക്ഷേ ഒന്നും ഒരിടത്തെത്താത്തതിൻ്റെ കാരണം ഈ ഒരു അനോയിന്റിങ് ഇല്ല, അതുകൊണ്ട് വിശ്വസ്തത കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ദൈവത്തോടുള്ള വിശ്വസ്തത തെറ്റുമ്പോൾ ചുറ്റുപാടുമുള്ള വിശ്വസ്തത തെറ്റുക, എല്ലായിടത്തും തെറ്റുക. ഭാര്യയ്ക്ക് ഭർത്താവിനോട് വിശ്വസ്തത നഷ്ടപ്പെടും, ഭർത്താവിന് ഭാര്യയോട് വിശ്വസ്തത, യുവാക്കൾക്ക് യുവതികൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ വിശ്വസ്തത നഷ്ടപ്പെടും. ആത്മീയ മേഖലയിൽ പോകുന്നവർക്ക് പോലും, വൈദികർക്ക് സന്യസ്തർക്ക് പോലും ചിലപ്പോൾ വിശ്വസ്തതയിൽ വീഴ്ചകൾ. കാരണം ആ അരൂപിയിലുള്ള ആ നിറവ് അത് നമ്മൾ കുറഞ്ഞു പോകുന്നു, ആ ബന്ധം കുറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കുറയുന്നതുകൊണ്ടാണ്. അപ്പം ഇവിടെ പറയുകയാണ്, തൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ആത്മാവിനെ വർഷിക്കും. ദാസന്മാരും ദാസിമാരും ആകണം. കർത്താവിൻ്റെ ദാസനാരാണ്? പരിശുദ്ധ അമ്മയെ പോലെ വചനത്തിന്, ദൈവവചനം കേൾക്കുന്നവരാ, ദൈവവചനം അനുസരിക്കുന്നവരാ, ദൈവത്തിന് ആമേൻ പറ അനുസരണമുള്ളവരാ. അപ്പോൾ വചനത്തിൻ്റെ സാക്ഷികളായിട്ട് മാറുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മ അഭിഷേകം നമുക്ക് ലഭിക്കുക. അപ്പോൾ നമ്മൾ പോകുന്ന വഴികളിൽ അത്ഭുതങ്ങളുണ്ടാകും, രോഗശാന്തികളുണ്ടാകും, അടയാളങ്ങളുണ്ടാകും, ദൈവത്തിൻ്റെ ചൈതന്യം പ്രവർത്തിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയട്ടെ. യൂദാസ് ഒറ്റിക്കൊടുക്കുന്നതിൻ്റെ പിന്നിൽ പോലും കാരണം പരിശുദ്ധാത്മാവിൻ്റെ നിറവനില്ല. അതുകൊണ്ട് ഗുരുവിനെ അവരൊറ്റിക്കൊടുത്തു പോകുന്നത് അവൻ വീക്കാണ്, ഒത്തിരി ബലഹീനനാണ്. അതുകൊണ്ടാണല്ലോ അത് കഴിഞ്ഞ് നിരാശപ്പെട്ടു പോയി അവൻ സൂയിസൈഡ് ചെയ്യുന്നതിൻ്റെ കാരണം അവന് പറ്റുന്നില്ല, അവന് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റുന്നില്ല. അവനെ അങ്ങേയറ്റം സ്നേഹിച്ച അവന് അപ്പസ്തോല പദവി കൊടുത്തവനാ ഈശോയെ, അവന് അതുപോലെ തിരിച്ച് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അതാണ് ചിലക്കൊണ്ട് നമ്മൾ അവരെ സ്നേഹിക്കുമ്പോഴും അല്ല അവർ നമ്മളെ സ്നേഹിക്കുമ്പോഴും നമുക്കതുപോലെ തിരിച്ചവരെ സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിൻ്റെ അളവ് കുറവാണ്. ജ്ഞാനസ്നാനത്തിലൂടെ ഔദാസികമായി പരിശുദ്ധാത്മാവ് നമ്മൾ വന്നിറങ്ങിയിട്ടുണ്ട്. അത് നമ്മളിനി വാചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സ്തുതിപ്പിലൂടെയും ധ്യാനം കൂടിയും ഡെലിവറൻസ് പ്രയറൊക്കെ മേടിച്ചും സൗഖ്യ പ്രാർത്ഥനയൊക്കെ മേടിച്ചത് വളർന്നു നിന്നാലേ നമുക്ക് വിശ്വസ്തത കാണിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇന്നൊന്ന് പറയും, നാളെ വേറൊന്ന് പറയും, ഇന്നൊന്ന് കാണിക്കും, നാളെ വേറൊന്ന് കാണിക്കും. ഭയവും ഉത്കണ്ഠയും കൊണ്ട് നമ്മുടെ മനസ്സ് മുഴുവൻ നിറഞ്ഞിരിക്കുക. ആകുലതയാ പ്രിയപ്പെട്ട മക്കളെ. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ കുറവ് ആ ലോക ചരിത്രം മുഴുവൻ നമുക്ക് നിൽക്കുന്നത് കാണാൻ പറ്റുമേ. പ്രപഞ്ച ചരിത്രം മുഴുവൻ നിൽക്കുന്നത് അതാണ്. എവിടെ ഡിസോർഡർ? യാക്കോബ് തൻ്റെ സഹോദരൻ യസാവിനെ ചതിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെയെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ കാണാൻ പറ്റും. സൊദോം ഗൊമോറയെ പോലും ഒരു ഹോമോസെക്സ് സ്പിരിറ്റ്
ആ രാജ്യം മുഴുവൻ നിറയുന്നതിൻ്റെ പിന്നിലും പരിശുദ്ധാത്മാഭിഷേകം നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ അവിടെ ഉള്ളൊരു വെള്ളമുണ്ട്, അത് ലോത്തിന് മാത്രം ആ പരിശുദ്ധാത്മാവിന് നിറവുള്ളത് കൊണ്ട് അവന് മാത്രമേ അതൊന്നും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുന്നുള്ളൂ. അങ്ങ് ഇറങ്ങിപ്പോണമെന്ന് പലപ്പോഴും പല സാഹചര്യങ്ങളും അവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്നാണ്, പക്ഷെ പോകാൻ പറ്റാത്തതിൻ്റെ കാരണം അനോയിന്റിങ് ഇല്ലാത്തതുകൊണ്ട്. പാപത്തിൻ്റെ കൂട്ടുകെട്ടുകൾ ഉപേക്ഷിച്ച് പോകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റാത്തതിന് കാരണം ഒരു പരിശുദ്ധാത്മ സഹായം വേണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ മുഴുവൻ നൽകുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രം. ഏറ്റവും സുവിശേഷങ്ങളിലെ സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. വായിച്ചാൽ മതി, അനോയിന്റിങ് കിട്ടുവേ. യോഹന്നാൻ 5-ാം അധ്യായത്തിൽ 1 മുതൽ 18 വരെയുള്ള വചനത്തിൽ അവിടെ കാണാൻ പറ്റും. ഈശോ 38 വർഷം ബെത്സൈദ കുളത്തിൻ്റെ കരയിൽ കിടക്കുന്നവനെ ഈശോ സുഖപ്പെടുത്തി പറഞ്ഞയക്കുമ്പോൾ, യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 7 മുതൽ അവൻ പറഞ്ഞ, കർത്താവെ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. തലക്ഷണവൻ സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. ഇത് സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവാണ് എഴുന്നേൽപ്പിച്ചത്. അതവിടെ കിടക്കുക, 38 വർഷമായിട്ടും തളർന്ന് കിടക്കുക. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെ അവിടെ കാണാം. ഇതുപോലെ തന്നെ ഒരു മുടന്തൻ അവിടെ ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തെങ്കിൽ അവനും ഭിക്ഷ യാചിച്ചുകൊണ്ട് കിടക്കുകയാണ്. പത്രോസ് പറയുന്നുണ്ട്, സ്വർണ്ണവും വെള്ളിയും എൻ്റെ കയ്യിൽ എനിക്കുള്ളൂ, ഞാൻ നിനക്ക് തരാൻ പോവാ. നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ആ നാമം പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫ്ലോ ഒഴുകുക സംഭവിക്കുക. പരിശുദ്ധാത്മാവ്, അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്ത ശക്തി പത്രോസിലൂടെ, പത്രോസിലൂടെ വരുന്ന വായിലൂടെ വചനത്തിലൂടെ ആ മുടന്തനിലോട്ട് വന്നിട്ട് അവൻ അവന് കൈകാലം ബലം പ്രാപിച്ചു എഴുന്നേക്ക്. ഇതന്നെ ഇവിടെ ഈശോ പറയുക, നീ കിടക്കെടുത്ത് പോവുക. ഈശോ അപ്പോൾ അവൻ ബലം പ്രാപിച്ച് അവൻ എഴുന്നേറ്റ് പോവുക. പരിശുദ്ധാത്മാവ് ഈ മനുഷ്യർ തളർന്ന് കിടക്കുന്നവർ പലതും, ചില മദ്യപാനത്തിൽ അടിമപ്പെട്ട് കിടക്കുന്നു, ചില അവിഹിത ബന്ധങ്ങളിൽ പെട്ട് കിടക്കുന്നു. സമരിയക്കാരിയെ പോലെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 10 മുതൽ 21 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും, സമരിയക്കാരിയുടെ ദൈവത്തിൽ ഇടപെടുമ്പോൾ അവളോട് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചാണ്, വേറൊന്നുമല്ല. പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ജീവജലം വരുമ്പോൾ എല്ലാം ശരിയാവും. പരിശുദ്ധാത്മാവ് കിട്ടിക്കഴിയുമ്പോൾ അത് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് കിട്ടുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. ഈശോയെ ദൈവവും കർത്താവുമായിട്ട് ഏറ്റുപറഞ്ഞ് നിൽക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിലേക്ക് വരികയാണ്. പരിശുദ്ധാത്മാവിനോട് ദാഹിക്കണം. നമ്മൾ വേറൊന്നും അല്ലെന്ന് ആവശ്യപ്പെടേണ്ടത്. നമ്മുടെ ദുഃഖമൊക്കെ മാറി സന്തോഷമാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് അറിയണം. അപ്പോൾ ഇവിടെ ബെത്സൈദ കുളത്തിൻ്റെ കരയിൽ 38 വർഷം കിടക്കുന്നവനെ തേടി ഈശോ ചെത്തിട്ട് അവന് കുറവ്, പരിശുദ്ധാത്മാവിന് കുറവാണ്. അവൻ്റെ വാക്കുകളെല്ലാം കാണാം, പരിശുദ്ധാത്മാവിനെ കിട്ടുന്നില്ല. ആ യേശു കൊടുക്കുക. അവൻ വിശ്വസിക്കുന്നുണ്ട്, അവനെ വിശ്വാസമുണ്ട്, പക്ഷെ വന്നിട്ടില്ല. അപ്പോൾ ഈശോയുടെ കിട്ടണോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണത എന്തോ ഒരു അസ്വസ്ഥത അവനുണ്ടോ? അവിടെ പാപമൊക്കെ ഉണ്ട് അവൻ്റെ ഉള്ളിൽ, കുറ്റംപുറച്ചിലൊക്കെ ഉണ്ട് കിടന്നുണ്ട്. അപ്പം നമ്മളൊക്കെ ഒരുപാട് പേരുന്ന ലോകത്തിൽ 38, 48, 58 വർഷങ്ങളൊക്കെ പല മേഖലയിൽ തളർന്നും കിടക്കുകയാണ്. എഴുന്നേൽക്കാൻ ആരും നോക്കി നമ്മൾ മറ്റുള്ളവരെ ഇവിടെയാണ് മറ്റുള്ളവരെ പഠിക്കുന്നത്. ആരും എന്നെ സഹായിക്കാനില്ല, എന്നെ സഹായിച്ചത് മറ്റുള്ളവരുടെ സഹായം കൊണ്ടല്ല നമ്മൾ എഴുന്നേൽക്കുന്നത് മക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് സഹായിക്കാതെ വേറെ ആരും സഹായിച്ചാലും നമ്മൾ എഴുന്നേൽക്കില്ല. ഒരു കസേരയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വേറെ കസേര വരെ കൊണ്ടുപോയി ഇരുത്താനേ നമുക്ക് പറ്റുള്ളൂ. എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ പിടിക്കുമ്പോൾ നമ്മുടെ മേൽ ചാരും. ഇന്നത്തെ ആളുകൾ എല്ലാം നമ്മുടെ മേൽ ചാരാൻ വേണ്ടി വരും, തളർന്നിരിക്കുക. അപ്പോൾ നമ്മൾ ചാരിച്ചിരിക്കും കൊണ്ട് നോക്കും, മടുത്ത് 2-3 നടത്തി പിടിച്ചു നമ്മൾ വീണ്ടും പോകും. പക്ഷേ ഇവിടെ ഈശോ തൻ്റെ ആത്മാവിനെ അവന് കൊടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവനിലേക്ക് കൊടുക്കുമ്പോൾ, അവൻ യേശുവിനെ കർത്താവേ എന്ന് വിളിക്കും. അവിടെ കർത്താവേ എന്നൊരു വാക്ക് അവൻ പറഞ്ഞു, കർത്താവേ എന്നൊരു വാക്ക് പറയുന്നുണ്ട്. ഈശോവിനെ കർത്താവെന്ന് വിളിക്കണം. അവലെ അനുഭവം ഈശോവിൻ്റെ കർത്താവാണ്. അത് ഫിലിപ്പി ലേഖനത്തിൻ്റെ 2:9-15 പറഞ്ഞത് യേശു കർത്താവാണ്. അപ്പം അവിടെ കർത്താവാണ് എല്ലാവരും ഏറ്റു പറയാൻ വേണ്ടിയാണ്. എല്ലാം കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 8-9 വചനത്തിൽ അവൻ പറയുന്നുണ്ട്. 7-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. കർത്താവേ എന്ന് ഈശോയെ വിളിക്കുന്നു. യോഹന്നാൻ 20:28 തോമസിനെ കർത്താവേ എന്ന് വിളിക്കുന്നു. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം. അപ്പം
അപ്പോൾ അങ്ങനെ യേശു എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ്, എൻ്റെ സ്രഷ്ടാവാണ്, എൻ്റെ എല്ലാമാണ്, എൻ്റെ ദൈവവചനമാണ്, ദൈവപുത്രനാണ് വിശ്വസിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുക. ഈ പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തിപ്പെടുക. ഇവൻ എഴുന്നേറ്റു, അവന് സൗഖ്യപ്പെട്ടു. വെറും ശാരീരിക സൗഖ്യമല്ല, അവൻ്റെ ജീവിതം നിൽക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എഴുന്നേക്കാത്തതിൻ്റെ കാരണം ചുറ്റുമുള്ള ആളുകളല്ല മക്കളെ. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അഭിഷേകത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ശക്തി ഒഴുകാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് തടസ്സമായി നിൽക്കുന്നത് എല്ലാം മാറും. പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മ അഭിഷേകം നമ്മിലേക്ക് ഒഴുകി വരാനുള്ള തടസ്സങ്ങളൊന്നും നമുക്ക് അനുതാപമില്ലാത്ത അവസ്ഥയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 2:37-38 ഇത് കേട്ടപ്പോൾ അവർ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, ഞങ്ങൾ പശ്ചാത്തപിക്കുവേൻ, കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങൾ സ്നാനം സ്വീകരിക്കുവേൻ, അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ബലം കിട്ടും, കൃപ കിട്ടും. പശ്ചാത്തപിക്കണം. ഈശോ തള്ളിപ്പറഞ്ഞതോർത്ത്, പ്രമാണങ്ങൾ ലംഘിച്ചതോർത്ത്, ഈശോയിൽ അവിശ്വസിച്ചതിനെ ഓർത്ത്, ഈശോയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാത്തതിനെ ഓർത്ത് ഒക്കെ മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞിട്ട് അനുദപിക്കണം. നമ്മൾ അനുദപിച്ച് സഭയുടെ കൂതാശകൾ നന്നായിട്ട് സ്വീകരിക്കണം. ദൈവവചനം നമ്മൾ ഭക്ഷിക്കണം. അപ്പോൾ കാണാം, നമ്മൾ എഴുന്നേക്കും, നമ്മുടെ ജീവിതത്തിൽ തളർച്ച മാറും, ക്ഷീണം മാറും, ഉണരും. നമ്മൾ പരിശുദ്ധാത്മാവോട് നിറയും. നമ്മൾ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് പരിശുദ്ധാത്മാവോട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ലോകം മുഴുവൻ തളർന്ന്, ഒരുപക്ഷെ കോവിഡ് കാലം കഴിയുമ്പോൾ ഒരുപാട് തളർവാദി രോഗികൾ ലോകത്ത് കൂടും. ഇവനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി എല്ലാവരും കിടന്ന് ബഹളം വെക്കും, അടിപിടി കൂടും, വഴക്കൂടും. ഭാര്യയോട് മാനസാന്തരപ്പെടാൻ ഭർത്താവ് പറയും, ഭർത്താവിനോട് മാനസാന്തരം ഭാര്യ പറയും, മകനോട് മാനസാന്തരപ്പെടാൻ അപ്പനും അമ്മയും വഴക്കുണ്ടാക്കും, മകൻ അപ്പനോടും അമ്മയോട് അങ്ങോട്ടും ഇങ്ങോട്ടും സഭയിലൊക്കെ വരും. ഇത് എഴുന്നേൽപ്പിക്കുന്ന നമ്മളല്ല, ഈശോയാ. ഈശോ വരാതെ, ഈശോ തൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് ചൊരിയാതെ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല. അഥവാ എഴുന്നേറ്റാൽ അത് കുറച്ച് നേരത്തിന് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ, അതിനെ പുറത്തേക്ക് പിടിച്ചേക്കില്ല. അതുകൊണ്ട് നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലയും പരിശുദ്ധാത്മാവെ നിറയണമേ എന്ന് കണ്ണുനീരോട് ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിൽ സൗഖ്യം നൽകുന്ന, വിടുതൽ നൽകുന്ന ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമുദ്രം ജലത്താൽ കവിയും പോലെ, മലകൾ കാർമേഘത്താൽ നിറയും പോലെ, സമുദ്രം ജലത്താൽ കവിയും പോലെ, മലകൾ കാർമേഘത്താൽ നിറയും പോലെ, നിന്റെ സാന്നിധ്യവും നിന്റെ സാമീപ്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്റെ സാന്നിധ്യവും നിന്റെ സാമീപ്യവും ആകാശം പിളർന്ന് വന്നിടണേ കർത്താവേ. ആകാശം പിളർന്ന് എവിടെയെല്ലാമാണോ അഭിഷേകം നഷ്ടപ്പെട്ടു പോയത്, എവിടെയാണ് കൃപ ചോർന്നു പോയത്, എവിടെയാണോ വിശ്വാസം നഷ്ടപ്പെട്ടു പോയത്, എവിടെയാണോ മുറിവേറ്റിരിക്കുന്നത്, എവിടെയാണ് തളർന്നിരിക്കുന്നത്, അവിടേക്കെല്ലാം അഭിഷേകം എടുക്കണേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ കർത്താവേ. ആകാശം പിളർന്ന് വന്നിടണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.